ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി കംപ്ലീറ്റ് ആയി ഡീറ്റെയിൽ ആയി പഠിക്കുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിൽ എന്തിലാണ് ട്രേഡ് ചെയ്യുന്നത്, എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് തുടങ്ങി പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വാ. അതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കണ്ടിന്യൂഷൻ കിട്ടും. ഒരു കാര്യം മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണത്. കാരണം ട്രേഡിങ്ങിലോട്ട് മിനിമം നോളേജുമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇറങ്ങരുത്. കാരണം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകാൻ ഇത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറൊരു വേ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ട്രേഡിങ്ങിനെ നിങ്ങൾ അത്രയും സീരിയസ്നെസ്സിൽ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ബെനിഫിറ്റ് ആവും. ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ സംഭവമാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റാ ട്രേഡർ 5 എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, ഇത് എങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ ഫോറക്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ടിനെ എങ്ങനെ MT5 ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വീഡിയോ ഒരു നിമിഷം പോലും മിസ്സാക്കാതെ മുഴുവനായും കാണാം. കാരണം ട്രേഡിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അടിപൊളിയായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ നിങ്ങൾക്ക് വല്ല അർജന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1.5ലോ 2ലോ ഇട്ട് കാണാം, നോ ഇഷ്യൂസ്. എനി ഹൗ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറ്റും. പക്ഷേ എവിടെ നിന്ന് ബൈ ചെയ്യണം, എവിടെ നിന്ന് സെല് ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ടാർഗറ്റ് വെക്കണം എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ആർക്കും പോയിട്ട് ബൈയും സെല്ലും അടിക്കാം, അതിന് വലിയ പണിയൊന്നുമില്ല. ഏത് പൊട്ടനിക്കും പോയിട്ട് ബൈയും സെല്ലും അടിക്കാൻ പറ്റും. അതല്ല ട്രേഡിങ്, അത് ഗാംബ്ലിംഗ് ആണ്. പ്രോപ്പറായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി പഠിച്ചിട്ട് ആ സ്ട്രാറ്റജി പ്രകാരം എവിടെ നിന്ന് ബൈ ചെയ്യണം, എവിടെ നിന്ന് സെല്ല് ചെയ്യണം എന്ന് തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ പ്രോപ്പർ ട്രേഡർ ആവുള്ളൂ. അതോടൊപ്പം റിസ്ക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിയാണ്ട് പോവരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രേഡിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം ഒരു വീഡിയോ മിസ്സാക്കരുത്. സോ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂ എന്താണ്, ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ നമുക്ക് അതിലെ ടൂൾസുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് അക്കൗണ്ട് എടുത്ത ബ്രോക്കറിനെ മെറ്റാ ട്രേഡറിലോട്ട് കണക്ട് ചെയ്യാം എന്ന് തുടങ്ങി ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ ഒരു ബിഗിനർക്ക് ആവശ്യമായ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഒരു നിമിഷം പോലും മിസ്സാക്കാതെ കംപ്ലീറ്റ് കാണാം. ഞാൻ അധികം ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി ആസ് എ ബിഗിനർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമുക്ക് അറിയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ. സോ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഡിസ്കസ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റിലും ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ട്രേഡിംഗ് വ്യൂ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്ട്സ് എന്നുള്ളിടത്ത് നമുക്ക് സൂപ്പർ ചാർട്ട്സ് ഓപ്പൺ ആക്കാം. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു കറൻസി പെയേഴ്സിൻ്റെ ചാർട്ടുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അറൗണ്ട് ഏതൊരു ചാർട്ട് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്, കാരണം XAU/USD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഗോൾഡിൻ്റെ ചാർട്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ EUR/USD നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പല ആളുകളും പബ്ലിഷ് ചെയ്യുന്ന ചാർട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് നോർമലി ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ബ്രോക്കറുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ചാർട്ട് ഏതാണോ അത് നമുക്കിവിടെ എടുക്കാം. വാട്ടെവർ ഏത് എടുത്താൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. forex.com ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഓൺഡ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, വാട്ടെവർ. സോ ഞാനിവിടെ EUR/USDയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് EUR/USDയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കിട്ടുന്നുണ്ടാവുക. റൈറ്റ് സൈഡ് നമുക്ക് പ്രൈസ് പോയിന്റുകൾ കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് പ്രൈസ് പോയിന്റ്. ഷെയർസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് കാണുന്ന പോലെ തന്നെ നമുക്ക് ഫോറക്സിൻ്റെ കറൻസി പേയേഴ്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞു പോയതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. EUR/USD എന്നുള്ള ഈ ഒരു ചാർട്ടിൻ്റെ ഈ വാല്യൂവിൻ്റെ മീനിങ് എന്താ വെച്ചാൽ €1 വാങ്ങിക്കണമെങ്കിൽ എത്ര $US കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വാല്യൂ. ഇതിൽ ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു വരുന്ന ചേഞ്ചിനെ ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു വാല്യൂ ഓഫ് ചേഞ്ചിനെ ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം നമ്മൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നമ്മൾ ബൈ ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അറ്റ് ദ സെയിം വേ ഈ ഒരു പോയിന്റ് നമ്മൾ സെല്ല് ചെയ്തിട്ട് താഴോട്ട് പോവുകയാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സോ നമ്മൾ വിചാരിച്ചതിൻ്റെ എഗെയിൻസ്റ്റ് ആ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് നമുക്ക് ലോസ് വരാനുള്ള ചാൻസ്. സോ ഇതൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും കൂടെ റീക്യാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് പ്രൈസ് പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി.
അതേപോലെ തന്നെ ഈ ഒരു ബിലോ സൈഡിൽ കാണുന്നതാണ് ഓരോ ഡേറ്റും ടൈമും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതെല്ലാം ക്യാൻഡിൽസ് ആണല്ലോ. ഈ ക്യാൻഡിൽസ് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഓക്കെ, 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 15 മിനിറ്റിനെയാണ്. സോ നമുക്കിവിടെ അറിയാം 12 മണി എന്നുള്ള ഈ ഒരു ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനിയുള്ള ഒരു 15 മിനിറ്റിനെയാണ്. സോ ഈ ക്യാൻഡിൽ ഇനി ക്ലോസ് ആവാൻ ഏകദേശം ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് 12 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. സോ അതിന് മുന്നത്തെ ക്യാൻഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 20th ജനുവരി അഥവാ ഇന്നത്തെ 20th ജനുവരിയിൽ 11:45 മുതൽ 12 മണി വരെയുള്ള ആ ഒരു ടൈമിൽ പ്രൈസ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ക്യാൻഡിൽ കാണിച്ചു തരുന്നത്. സോ അങ്ങനെ ഓരോ ക്യാൻഡിൽസിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. എന്തായാലും ജസ്റ്റ് ക്യാൻഡിൽസ് അറിയാത്തവർക്ക് ഒരു ബേസിക് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നമുക്ക് പല ടൈം ഫ്രെയിമിലും ക്യാൻഡിൽസ് കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് 1 ഹവറിൻ്റെ ക്യാൻഡിൽ കാണുന്നുണ്ട്, ഇവിടെ കാണാം. ഇത് ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 ഹവറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ്. ഏകദേശം 26 മിനിറ്റ് ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാൻ. ലൈക്ക് ഇതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നത്തെ ക്യാൻഡിൽ പറയുകയാണെങ്കിൽ കണ്ടോ, നമുക്കിവിടെ നോക്കിയാൽ കാണാം 10:30 മുതൽ 11 വരെയുള്ള ഒരു സമയത്തിനെ കാണിക്കുന്ന ക്യാൻഡിലാണ് ഇത്. അങ്ങനെ ഓരോ 1 ഹവറിലുമാണ് ഓരോ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ടാവുക. സോ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. 4 ഹവർ യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാം, വീക്ക്ലി യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ പോയിട്ട് ഇത് ഇന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫേവറേറ്റ് ചെയ്താൽ മതി. ഫേവറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുകളിൽ തന്നെ ഈ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ ടൂൾസ് എല്ലാം ഞാൻ ഫേവറേറ്റ് ചെയ്താണ്. കാരണം നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ സൈഡിലാണല്ലോ ടൂൾസ് കാണുന്നത്. ഈ ടൂൾസ് എല്ലാം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി എടുക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള ടൂൾസ് നമ്മൾ ഫേവറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ലൈക്ക് ദിസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസുകൾ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട നമ്മുടെ ടൂളാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നോർമലി സത്യം പറഞ്ഞാൽ ഈ ട്രേഡിംഗ് വ്യൂവിലെ ടൂൾസ് ഒന്നും ഒരു യൂസ് ചെയ്യാൻ വലിയ ടെക്നിക്കൽ നോളേജോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇത് വലിയ സംഭവമാക്കിയിട്ടോ ഇത് പഠിക്കാൻ പറ്റാത്ത എന്തോ ആണെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ലോജിക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൂൾസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന് വലിയ കമ്പ്യൂട്ടർ നോളേജും വേണമെന്നില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ഈവൻ നിങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ അല്ല മൊബൈലിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈലും ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചും ഇതെല്ലാം റൈറ്റ് ചെയ്യാനും ഈ ടൂൾസ് എല്ലാം യൂസ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ട്രെൻഡ് ലൈനിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ അത് ഇങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ലൈക്ക് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ ഒരു ലോ നേരെ ഹൈ പോയിന്റിലോട്ട് പോയി, ദെൻ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ദെൻ മേലോട്ട് പോയി. ഇങ്ങനെ ഒരു സിഗ്സാഗ് മോഡലിലാണല്ലോ മാർക്കറ്റ് അധികവും മൂവ് ചെയ്യാറ്. കാരണം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചില പ്രൈസ് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വരും വീഡിയോസിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. ലൈക്ക് ഇതുപോലുള്ള വരകളൊക്കെ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് ട്രെൻഡ് ലൈൻ ടൂൾ. അത് നമുക്ക് എവിടുന്ന് ആക്സസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും ഈ ട്രെൻഡ് ലൈൻ. ഞാനിത് ഫേവറേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിർബന്ധമായിട്ടും ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെക്റ്റാങ്കിൾ ടൂൾ. റെക്റ്റാങ്കിൾ ടൂൾ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെക്റ്റാങ്കിൾ എന്നുള്ളത്. ഞാനിവിടെ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ഒരു ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഒരു റേഞ്ച് ഫൈൻഡ് ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ നോർമലി റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വരും വീഡിയോസിൽ FEGനെ പറ്റിയിട്ടും പല ഏരിയാസ് പ്ലോട്ട് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഏരിയാസ് ഫൈൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ ഇതിനാണ് നോർമലി ഈ റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു കൺഫ്യൂഷനും വേണ്ട, ട്രെൻഡ് ലൈനും നമ്മൾ പഠിച്ചു, റെക്റ്റാങ്കിളും പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ടെക്സ്റ്റ് ടൂൾ. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ദിസ് ഏരിയ ടെക്സ്റ്റ് എന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്കത് അവിടെ നോട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ട്രെൻഡ് ലൈനാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അത് അവിടെ നോട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്ത് എഴുതാനും നമുക്കത് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എഴുതിയ ടെക്സ്റ്റിൻ്റെ നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ ട്രേഡേഴ്സും മോസ്റ്റ്ലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് വ്യൂ തന്നെ യൂസ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗ്യാൻ ബോക്സ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പൊതുവെ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ലോങ് പൊസിഷനും അതേപോലെ തന്നെ ഷോർട്ട് പൊസിഷനും. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. നോർമലി ഈ ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ എടുക്കുമ്പോഴാണ് ലോങ് പൊസിഷൻ യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലോങ് പൊസിഷൻ എന്നുള്ളത് എവിടെ നിന്നാണോ നമ്മൾ ബൈ ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക. സോ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലോസ് ആണല്ലോ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവിടുന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റുമാണ് ഉണ്ടാവുക. സോ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ വെക്കേണ്ടത് അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് നമ്മൾ പറയുകയാണ് 1.16529 എന്നുള്ള പ്രൈസിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കിവിടെ എക്സിറ്റ് ആവാം. കാരണം ഇതിൽ കൂടുതൽ ലോസ് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളിടത്തോളം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മൾ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. അതേപോലെ തന്നെ നമുക്കിവിടെ ടാർഗറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടം വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാം, ലൈക്ക് എത്ര പ്രോഫിറ്റ് നമുക്ക് എടുക്കണം, ഇവിടം വരെ പ്രോഫിറ്റ് ആയിക്കാനും നമുക്ക് ഇറങ്ങിപ്പോരാം എന്നുള്ള ലെവലിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ ഒരു സംഭവമാണല്ലോ എസ് എല്ലും ടാർഗറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. എസ് എൽ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടി പി എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് പ്രൈസും. അപ്പോൾ ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇതാണ് നമ്മുടെ എൻട്രി പ്രൈസ്, അതേപോലെ തന്നെ ഇതാണ് നമ്മളെ ടാർഗറ്റ്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ബൈ എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ ലോങ് പൊസിഷൻ യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ സെല്ല എടുക്കുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് പൊസിഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഷോർട്ട് പൊസിഷൻ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ സെല്ലാണ് എടുക്കുന്നെങ്കിൽ താഴോട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക. സോ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക, കളർ നേരെ ഉൾട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ടാർഗറ്റ് നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുപോയി നമുക്ക് ടി പി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ആവുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ പ്രകാരം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇത് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഈ പ്രൈസ് റേഞ്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അത് എൻട്രി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരിൽ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി സെറോദ, അപ്സ്റ്റോക്സ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുക. ഫോറക്സ് ആണെങ്കിൽ നമ്മൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നെങ്കിലും നമ്മൾ അത് MT5 ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുക. കൺഫ്യൂസ്ഡ് ആവണ്ട, നമ്മൾ അതെല്ലാം പഠിക്കുന്നതാണ്. സോ നിങ്ങൾ ഇന്ന് ട്രേഡിംഗ് യൂസ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി, കൂടുതലൊന്നും പഠിക്കണ്ട. കാരണം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോൾ എല്ലാത്തിനെയും പറ്റി നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പഠിച്ചു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ പാത്ത് എന്നുള്ളത്. നമ്മുടെ ചാർട്ടിൽ ചില ഏരിയാസ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്ത് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇപ്പം ഇങ്ങനെ ഡൗൺ ട്രെൻഡിൽ വന്നു, ദെൻ അപ് ട്രെൻഡ് വന്നു, ഡൗൺ ട്രെൻഡ് വന്നു. ഇതൊക്കെ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് ദിസ് പാത്ത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ റെക്റ്റാങ്കിൾ വരുന്ന അതേ ഏരിയൻ്റെ ഈ റെക്റ്റാങ്കിൾ വരുന്ന ഭാഗത്തിൻ്റെ ഷേപ്സിൽ നമുക്കിവിടെ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂളാണ് ഈ പറഞ്ഞ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ സ്കെയിലിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഗോൾഡിൻ്റെ ചാർട്ട് ഒന്ന് എടുക്കുകയാണ്. ഗോൾഡിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലോങ് ടൈം ഫ്രെയിമിൽ നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് ഓക്കെ ഗോൾഡിൻ്റെ ചാർട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ വീക്ക്ലി ചാർട്ട് എടുക്കണം, കാരണം കുറച്ച് ലോങ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ കുറച്ച് ഹയർ ടൈം ഫ്രെയിം എടുത്തിട്ടുള്ളത്, അഥവാ വീക്ക്ലി ഒരു വീക്കാണ് ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഇയേഴ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 2023 മുതൽ ഇപ്പോൾ കറണ്ട് പ്രൈസ് ഗോൾഡ് നിൽക്കുന്നത് വരെ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്യാം. ലൈക്ക് 2023 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ മുതൽ നമ്മൾ ഇവിടം വരെയുള്ള പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 162% ആണ് ഗോൾഡിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഹൈക്ക് വന്നിട്ടുള്ളത്. അതായത് അന്നൊക്കെ നമ്മൾ ഗോൾഡ് വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് 162% നമുക്ക് റിട്ടേൺസ് കിട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പെട്ടെന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയയ്ക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ സ്കെയിൽ എന്നുള്ള ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. വളരെ ഈസിയാണ്. നമ്മൾ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, എത്രയാണ് നമ്മൾ ടാർഗറ്റ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്യാം. ഡൗൺ ട്രെൻഡ് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എല്ലാം നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ റൈറ്റ്ലി ഈ സംഭവം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ട്രേഡ് ചെയ്യുന്ന കുറച്ച് പേയേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാർട്ടുകളെല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത്രയും സംഭവങ്ങളാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.
അപ്പോൾ നമ്മൾ മെറ്റാ ട്രേഡറിൽ എങ്ങനെയാണ് ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ MT5 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന എല്ലാവരും MT5നെ പറ്റിയിട്ട് നോളേജ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ MT5 എന്നുള്ളത് എവിടെയെങ്കിലും കേട്ട് പരിചയമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ MT5 എന്നുള്ളത് നമ്മൾ മൊബൈലിലെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. മൊബൈലിലാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, നമുക്ക് ഓരോ ചാർട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ നേരത്തെ കണ്ട അതേ ചാർട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്കിതിലില്ലാത്ത ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗോൾഡിൻ്റെ ചാർട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ താഴെ XAUSD എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗോൾഡിൻ്റെ ചാർട്ടായിരിക്കും കാണുന്നുണ്ടാവുക. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ ബൈയും സെല്ലും ചെയ്യുന്ന ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ നമുക്കൊരു ബ്രോക്കറിൽ അക്കൗണ്ട് വേണം കേട്ടോ. ലൈവായിട്ട് റിയൽ മണിയൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യണമെങ്കിലാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇനി ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് അക്കൗണ്ട് എടുത്തിട്ട് ആ അക്കൗണ്ടിന് നമുക്ക് ഈ MT5ലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. MT5 യൂസ് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻസ് മൊബൈലിൽ തന്നെയാണ്. അപ്പോൾ മൊബൈലിൽ നമ്മൾ MT5 പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ MT5 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഇതിൽ നമുക്ക് ഓൾറെഡി ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഏകദേശം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം 1 ലക്ഷം USD ഡെമോ മണിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിന് ട്രേഡും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെറിയ രീതിയിലുള്ള ബാക്ക് ടെസ്റ്റ് ചെയ്യാനോ അനലൈസ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. ട്രേഡ് എടുത്തതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മൊബൈലാണെങ്കിൽ നേരെ ഡാഷ്ബോർഡിൽ പ്രോപ്പറായിട്ട് ഇതെല്ലാം കാണാം കേട്ടോ. മൊബൈൽ ഇൻ്റർഫേസ് ഒന്നും കൂടെ അടിപൊളിയാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രോക്കർ അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രോക്കർ സെലക്ട് ചെയ്തിട്ട് അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിന് നമുക്ക് MT5ലോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലിരുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് MT5 എന്നുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു കൺവീനിയൻസ് ഒന്നും വേറൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ടാണ് എല്ലാവരും ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ MT5 പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ റിയൽ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അത് MT5ലോട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതൊരു പ്രോസസ്സാണ്. സോ അതിനെപ്പറ്റി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വരും വീഡിയോസിൽ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. സോ ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗിൽ നല്ലൊരു ബ്രോക്കർ നോക്കി നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സും അതുപോലെ സ്കാംസും ഒക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ട് ഫോറക്സ് ട്രേഡിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതുവരേക്കും ബൈ.